ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുവൈത്തിൽ സെൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് സെൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാത്തവർക്കൊക്കെ അവരുടെ ബയോമെട്രിക് സ്റ്റാറ്റസ് നമുക്ക് മറ്റൊരാളുടെ സെൽ ആപ്പ് മുഖേന അറിയാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് ചോദിച്ചിരുന്നു സെൽ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നില്ല, എങ്ങനെയാണ് നമുക്ക് ബയോമെട്രിക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സെൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഒരാൾ മറ്റൊരാളുടെ മൊബൈൽ വഴി എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ സെൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് നമുക്ക് ബയോമെട്രിക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സെൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം സർവീസസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം സെക്യൂരിറ്റി സർവീസസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈങ് ദ നെസസിറ്റി ഓഫ് പെർഫോമിങ് എ ബയോമെട്രിക് എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മളുടെ സ്വന്തം സിവിൽ ഐ ഡി നമ്പറോട് കൂടിയിട്ടാണ് ഇവിടെ വരുന്നത്. അവിടെ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ഇൻഡു മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സിവിൽ ഐ ഡി നമ്പർ അവിടുന്ന് റിമൂവ് ആവുകയും നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആളുടെ സിവിൽ ഐ ഡി നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബയോമെട്രിക് സക്സസ് ആണെങ്കിൽ ബയോമെട്രിക് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ കാണിക്കും. ഇനി ബയോമെട്രിക് പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് കളറിൽ കാണിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഒരാളുടെ സെൽ ആപ്ലിക്കേഷനിൽ മറ്റൊരാളുടെ സിവിൽ ഐ ഡി നമ്പർ വെച്ചിട്ട് നമുക്ക് ബയോമെട്രിക്കിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്.